ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കോവയ്ക്ക നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് എല്ലാ ഇടത്തും സുലഭമായി വളരുന്നുണ്ട്. മിക്ക വീടുകളിലും കോവയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഓരോ കോവൽ നട്ടു വളർത്തണേ. വളരെയധികം പോഷക ഗുണമുള്ള ഒരു പച്ചക്കറിയാണിത്. എൻ്റെ വീട്ടിൽ ധാരാളം കോവയ്ക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലമാകുമ്പോഴേക്കും കായ്ഫലം കുറയും. കായ്ഫലം കുറയുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക, നന്നായി വളം ചെയ്യുക. അപ്പോൾ വീണ്ടും തളിർത്ത് വീണ്ടും ധാരാളം കായ്കൾ ഉണ്ടാകാൻ തുടങ്ങും. ഹൃദയാരോഗ്യത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും ഷുഗർ നിയന്ത്രിച്ച് നിർത്തുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കോവയ്ക്ക. ആർക്കെങ്കിലും കോവലിന്റെ കമ്പ് നടിയിൽ വസ്തു വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ എത്തിച്ചു തരാം. കോവയ്ക്കയും കോവയ്ക്കയുടെ ഇലയും കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. കോവയ്ക്ക മെഴുക്കുപുരട്ടി വെക്കാം, തോരൻ വെക്കാം, തീയലുണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന വിധമാണ്. കോവയ്ക്ക മെഴുക്കുപുരട്ടി. അതിന് കോവയ്ക്ക വട്ടത്തിലരിയുക. ഇതിൽ ക്യാമറ ശരിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് ക്ലിയറായി കാണില്ലായിരിക്കും. കോവയ്ക്ക വട്ടത്തിൽ അരിയുക. അരിഞ്ഞു വെച്ച കോവയ്ക്കയിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കാം. കടായിയോ ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണയെ ഉപയോഗിക്കാവൂ. ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്ത് ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ സാവധാനം അങ്ങനെ കിടന്ന് കുറേ നേരം മുരിയട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ആർക്കെങ്കിലും കോവലിൻ്റെ തണ്ട് വേണമെങ്കിൽ, തണ്ടാണ് നടുന്നത്, തണ്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കൂട്ടുകാർ ചിലർ എൻ്റെ കോവൽ കൃഷി കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ കമൻ്റ് ഇടുക. ഉടൻ തന്നെ കോവൽ ഞാൻ പ്രൂൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ തണ്ട് തരാം. ചെറിയ തീയിൽ അങ്ങനെ സാവധാനം ഇളക്കുക. സാവധാനം ഇളക്കി ഈ പരുവാകുമ്പോൾ വാങ്ങിവെക്കാം. അതല്ല, നിങ്ങൾക്ക് കുറേ കൂടി മുരിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ ഇളക്കി അങ്ങനെ ഇട്ടേക്കാം. ചിലർക്ക് അധികം മുരിയുന്നതായിരിക്കും ഇഷ്ടം. ഈ പരുവത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സ്വാദൊന്ന് നോക്കാം. വാ, നല്ല സുഗന്ധം, നല്ല മണം. ഇതുണ്ടെങ്കിൽ 2 നാഴിയരിയുടെ ചോറൊന്നും ഉണ്ണണ്ട. 2 സ്പൂൺ ചോറ് കഴിച്ചാൽ മതി. ബാക്കിയുള്ള പോഷക ഗുണങ്ങൾ ഇത് തന്നോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, കമൻ്റ് ഇടുക. ആർക്കാണോ കോവലിൻ്റെ തണ്ട് വേണ്ടത് കമൻ്റ് ഇടുക. താങ്ക് യു.